മിനിറ്റ് കൊണ്ട് 3 മാർക്കിന്റെ ഒരു ചോദ്യം പഠിച്ചാലോ? അതായത് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ചില സ്റ്റിമുലസുകളോട് നമ്മൾ എന്ത് ചെയ്യും? ഇൻവോളണ്ടറി ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ഉദ്ദീപനങ്ങളോട് നമ്മൾ അനൈച്ഛികമായി പ്രതികരിക്കും. അത്തരം പ്രതികരണങ്ങളെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ. അത്തരം റെസ്പോൺസസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ റിഫ്ലെക്സ് ആക്ഷനിൽ ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ പാത്വേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. അതായത് റിഫ്ലെക്സ് ആക്ഷനിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചൂടുള്ള ഒരു പാത്രത്തിൽ അറിയാതെ കൈവെക്കുമ്പോൾ നമ്മൾ കൈകൾ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അത് റിഫ്ലെക്സ് ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മളെ കയ്യിലുള്ള സ്കിന്നിൽ റിസെപ്റ്റേഴ്സ് ഉണ്ട്. റിസെപ്റ്റേഴ്സ് ഈ പെയിൻ എന്ന് പറയുന്ന സ്റ്റിമുലസിനെ സ്വീകരിച്ച് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസിനെ, ഈ ആവേഗത്തെ സെൻസറി ന്യൂറോൺ, അതായത് സംവേദ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? സുഷുമ്നയിൽ, സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിലേക്ക് എത്തിക്കുന്നു. ഇന്റർ ന്യൂറോൺ ആണ് സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ആ റെസ്പോൺസ്, ആ ഒരു സന്ദേശത്തെ മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട മസിലിലേക്ക്, പേശിയിലേക്ക് എത്തിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കൈകൾ എന്ത് ചെയ്യുന്നത്? പിന്നിലേക്ക് വലിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലെക്സ് ആക്ഷനും റിഫ്ലെക്സ് ആർക്കും ഈ ഒരു ഫ്ലോ ചാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഫ്ലോ ചാർട്ട് നോക്കിക്കേ. റിസെപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് മസിൽ അല്ലെ. ഗ്രാഹി, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, പേശി. അപ്പൊ ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പഠിച്ചു വെച്ചോളൂ.